ഞങ്ങളുടെ നിജാമോളും അമ്മച്ചിയും തമ്മിലുള്ള ആഴമായ ബന്ധം ഇന്നലെ വിളിച്ചപ്പോൾ മോളെ കുട്ടികളും ഓർത്തു. അവരെ വളർത്തിയത് അമ്മയല്ല, അമ്മച്ചിയാണെന്ന് പറയാം. അതുകൊണ്ട് അവരുടെ ദുഃഖത്തിൻ്റെ ആഴം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്തതാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കതിൻ്റെ നിർവ്വാഹം. അതുപോലെ എപ്പോഴും അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത പലപ്പോഴും ജയമോനും ഈ അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അമ്മയുടെ അടുത്ത് എനിക്ക് കുറച്ച് നേരം ഇരിക്കണം. പലപ്പോഴും അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വന്നാലും അതുപോലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അമ്മയുടെ അടുത്തിരുന്ന അമ്മയുമായിട്ടുള്ള ആ സഹിത്വം ഒക്കെ അനുഭവിച്ചതും എന്നോട് ഇടയ്ക്ക് പറയാറുണ്ട്. ലോകത്തിൽ എല്ലാ ബന്ധങ്ങളും അകന്നു പോകുന്നതാണ്, മാതാപിതാക്കളുടെ തുണിയും. അതിൽ ഏറ്റവും സത്യമാണ് അമ്മയുടെ ബന്ധം. ആ അടയാളം ഈ ശരീരത്തിൽ മരിക്കുന്നവരെ ഉണ്ടാവും. ഒക്കിൽക്കൊടി ബന്ധം എന്നൊക്കെ പറയുന്നു. അമ്മയുടെ ജീവരസമാണ് നമ്മുടെയൊക്കെ ശരീരത്തിൽ കൂടെ പോകുന്നത്. ഈ ലോകത്തിൽ ആയിരുന്ന സന്ദർഭത്തിൽ പ്രിയ മാതാവിന് നൽകാവുന്ന ശുശ്രൂഷ മാക്സിമം വളരെ വൃത്തിയായി ഈ കുടുംബം ചെയ്തു. നിർമ്മല ഒരു അമ്മയെ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെയാണ് ഈ അമ്മയെ ശുശ്രൂഷിച്ചത്. പല സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് വേദന സഹിച്ച് ഈ പ്രിയപ്പെട്ട മാതാവിനെ ശുശ്രൂഷിക്കുന്നത് കാണാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സ്വർഗം നിങ്ങൾക്ക് പുറത്തു തരട്ടെ. സജീം അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് മാതാവിനെ ശുശ്രൂഷിക്കാനും കുടുംബമായിട്ട് വന്ന് അതിൽ പങ്കാളികളാകാനും ഒക്കെ സാധിക്കുന്നത് സന്തോഷകരമാണ്. അമ്മയെ വിട്ട് പ്രത്യാശയോടെ യാത്ര തുടങ്ങി. എനിക്ക് ഈ കുടുംബത്തിൽ ഏറ്റവും ഹൃദ്യമായ സ്വീകരണം നൽകിയിട്ടുള്ളത് പ്രിയ അമ്മച്ചിയുടെ ആ മുഖത്തെ തേജസ്. ഞാൻ നിജാമോളോട് എപ്പോഴും പറയും, ഈ അമ്മച്ചിയുടെ മുഖത്തെ തേജസ് നിനക്ക് ഉണ്ടായിരുന്നു നല്ലതാണ്. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഭവനത്തിന് അനുഗ്രഹമായിരുന്നു. പ്രിയപ്പെട്ട പ്രാർത്ഥിക്കുന്നു. ഈ അമ്മച്ചിയുടെ കൂടെ സമകാലീനരായിട്ട് ജീവിച്ചതായിരിക്കുന്ന ചില മാതാക്കൾ എന്നോട് അനുഭവം പറഞ്ഞു. ഒന്ന് കുഞ്ചോടിക്കാവിലെ പ്രിയ അമ്മച്ചി, നാനുവച്ചിൻ്റെ ഒക്കെ അമ്മ, ദേവരുടെ ഒക്കെ അമ്മ എന്നോട് പ്രിയ മാതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയും. അവരൊരുമിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയും.
അതുപോലെ സേവറി സച്ചിൻ്റെ അമ്മ ഒരുമിച്ച് പഠിപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ സ്വപ്ന സന്ദർശിച്ച സന്ദർഭത്തിൽ അവരുടെ കൂടെ ചെന്നു. അവരെ മാതാപിതാക്കൾ അവിടെയുണ്ട്. അപ്പോൾ എന്നെ കണ്ടുടനെ ചോദിച്ചു കുഞ്ഞമ്മയുടെ ബന്ധുക്കാരൻ എന്നെയോട്. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രിയ മാതാവിൻ്റെ ഇന്നലകളിൽ ദൈവകൃപ അനുഭവിച്ചതിനെ കുറിച്ച് സ്മരിക്കുകയാണ്. അത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. നമ്മൾ ലോകത്തിൽ ഒരിക്കൽ യാത്ര പറയും. ഇങ്ങനെയുള്ള ഓർമ്മകൾ ബാക്കി വെച്ചിട്ട് യാത്രയാവാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ക്രിസ്ത്യയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവനെ വരാൻ അല്പം വൈകിയാൽ അമ്മ ഇവിടെ വന്ന് നോക്കിയിരിക്കും, വരുന്നത് നോക്കി. അതുപോലെ താലോലിച്ച് വളർത്തിയതാണ് ക്രിസ്തു. നമുക്ക് വളരെ ദുഃഖമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ ഞങ്ങളും പങ്കാളികളാവുന്നു. സർവശക്തനായിരിക്കുന്ന ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. പ്രത്യാശയോടെ ജീവിച്ചു, പ്രത്യാശയോടെ മരിച്ചു എന്നതിനാൽ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ സ്മരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖം അറിയിക്കുന്നു. നമ്മുടെ മകൻ ലഘുവിൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും അവൻ്റെ ബന്ധുക്കാരുടെയും ഒക്കെ ദുഃഖം അറിയിക്കുന്ന കുടുംബത്തിൽ ഞങ്ങൾ പങ്കാളികളാവുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. പലതരം നീട്ടിക്കൊണ്ട് ജീവിതത്തെ അഭിമുഖീകരിക്കാനായിട്ട് നമുക്ക് കരുത്ത് നൽകട്ടെ എന്ന് സർവശക്തനായിരിക്കും ദൈവത്തോട് പ്രാർത്ഥന. നമുക്കൊരു തേജസ്സുള്ള ശരീരം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മളെ ലോകത്തിൽ നിന്ന് രോഗമുള്ള ശരീരത്തോട് മാറ്റപ്പെടും. എന്നാൽ ദ്രവിക്കാത്തൊരു ശരീരം സ്വർണ്ണം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ശരീരത്തിൻ്റെ സ്വഭാവം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ ശരീരത്തെ പോലൊരു ശരീരമാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. കാരണം നിത്യത സ്വർഗത്തിൽ പങ്കുവയ്ക്കണമെങ്കിൽ ആ തേജസ്സുള്ള ശരീരം പ്രാപിച്ചേ പറ്റും. അത് വിശ്വസിച്ച് ഈ ലോകത്തിൽ ജീവിച്ച പ്രിയ മാതാവിനെ ലഭിക്കും, പിതാവിന് ലഭിക്കും, വാങ്ങിപ്പോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലഭിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആ പ്രത്യാശയോടുകൂടെ പ്രിയനോട് ചേർന്ന് ഒരു നാളിൽ തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം കണ്ട് ആരാധിക്കുന്ന ഗണത്തിൽ നമ്മൾ ഉണ്ടാകുമെന്ന പ്രത്യാശയോടെ ലോകത്തിൽ ജീവൻ നയിപ്പാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ. പ്രാർത്ഥിക്കാം. മുറവിളിയും ദുഃഖവുമില്ല പുത്തനെറുശലേം നഗരമതിൽ. മുറവിളിയും ദുഃഖവുമില്ല പുത്തനെറുശലേം നഗരമതിൽ. പൊൻപുലരി ഒത്തുചേർന്ന് പ്രിയനേശുവെ സ്തുതിക്കും. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ. സ്വർണ്ണത്തിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മറുകരയിൽ നാം കണ്ടിടും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ജീവന്റെ മേലും മരണത്തിന്മേലും അങ്ങയ്ക്ക് മാത്രമേ അധികാരമുള്ളല്ലോ. അങ്ങയുടെ ലോകത്തിൽ ജനിച്ചു വളരുവാൻ ഞങ്ങൾക്ക് അവസരം തരുമ്പോൾ ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം കൂടെ അവിടുന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഓർത്ത് സ്തുതിക്കുന്നു. നിത്യമായ അങ്ങയുടെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. ദൈവമായ കർത്താവെ, അവിടുന്ന് കൊടുത്തതായിരിക്കുന്ന 89 വർഷം അങ്ങയുടെ ലോകത്തിൽ അങ്ങയോടുകൂടെ അങ്ങ് കൊടുത്തതായിരിക്കുന്ന ഔദ്യോഗിക നിർവഹണം വഹിച്ചുകൊണ്ട് പ്രത്യാശയോടെ ലോകത്തിൽ ജീവിച്ച തലമുറകളെ അനുഗ്രഹിച്ച് മുന്നോട്ട് യാത്രയാവാൻ പ്രിയമകളെ സഹായിച്ചതോർത്ത് സ്തുതിക്കുന്നു. വാർദ്ധക്യത്തിന്റെ ക്ഷീണം കുറച്ചുനാൾ അലട്ടിയെങ്കിലും പ്രത്യാശ ഒരിക്കലും കൈവിടാതെ കാത്തുകൊണ്ടല്ല കർത്താവെ. ആ പ്രത്യാശ വെച്ചിരിക്കുന്ന പ്രിയന്റെ സവിധത്തിലേക്ക് സമയമായപ്പോൾ പേര് ചൊല്ലി വിളിച്ച് ചേർത്തിരിക്കുന്നതിനാൽ ദുഃഖമുണ്ട് കർത്താവെ, വേദന ഏത് പ്രായത്തിലുള്ളതും വേർപാടും ദുഃഖമുള്ളതാണ്. പ്രത്യേകിച്ച് മാതാക്കളോടുള്ള ഞങ്ങളുടെ ബന്ധം അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്തതാണ്. ഞങ്ങൾ ഇപ്പോൾ ദൂരെയായിരിക്കുന്ന ജയമോനെ പ്രത്യേകം ഓർക്കുന്നു കർത്താവെ. മൂത്ത മകനെന്ന നിലയിൽ ഒത്തിരി ലാളനകളൊക്കെ ഏറ്റു വാങ്ങിയിട്ടുണ്ട്. ഒത്തിരി സമയം അമ്മയോടുകൂടെ ചെലവഴിച്ചു. ഈ അന്ത്യയാത്ര പറയാനായിട്ട്
ഒരു വിധത്തിലും എത്തിച്ചേരാനായിട്ട് സാധിക്കാത്ത സ്ഥിതി. സ്വർഗീയ പിതാവേ, എൻ്റെ മകൾക്ക് പ്രത്യാശയ്ക്കായി പ്രത്യാശയിൽ നിന്റെ മോനെ നിർത്തിക്കൊള്ളണമേ. ശാരീരികമായി ഇതൊന്നും എൻ്റെ പൈതലിനെ അലട്ടാൻ ഇടവരുത്തരുതെന്ന് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൃഷ്ടിക്കായി പ്രാർത്ഥിക്കുന്നു. അവനും വേദനപ്പെട്ടിരിക്കുകയാണല്ലേ കർത്താവേ. നീ അവൻ്റെ അരികിലേക്ക് ചെല്ലണമേ കർത്താവേ. അവനെ ഒത്തിരി സ്നേഹിച്ച അവൻ സ്നേഹിച്ച അവൻ്റെ അമ്മച്ചി യാത്ര പറയുമ്പോൾ വളരെ ദുഃഖവും വേദനയും അവനുണ്ടാകുമല്ലോ കർത്താവേ. അവൻ അടുത്തിരിക്കണമേ. ഇവിടെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ അടുത്തുണ്ട്. അവൻ അവിടെ ആരുമില്ലാതെ വിദൂര ദേശത്ത് തന്നെയായിരിക്കണം. അവനായിരിക്കുന്ന റോമിൻ്റെ അരികിൽ എൻ്റെ പ്രിയനായ കർത്താവ് ചെന്ന് അവനെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിജാമോളെയും കൃഷ്ണമോളെയും കുഞ്ഞുങ്ങളെ അവർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിനെ നീ അവിടുന്ന് ബലപ്പെടുത്തും. ആവശ്യമുള്ള കൃപ നൽകണം. ശരീരത്തിൽ പ്രയാസമുണ്ടല്ലോ കർത്താവൊന്നും ഈ പ്രയാസ സന്ദർഭത്തിൽ വലുതാകാൻ സമ്മതിക്കരുതെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ കാക്കുക. സജിമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എല്ലാവരോടും കൂടെ മെച്ചയുടെ സഹോദര കുടുംബങ്ങളെയോ ബന്ധുമിത്രാദികളെ എല്ലാവരെയും കരങ്ങളായിരുന്നു. ഒരു പ്രത്യാശ ഞങ്ങൾക്ക് വെച്ചിട്ടുള്ളതിനായ സ്തോത്രം. ഞങ്ങളുടെ പ്രിയൻ ഒരു നാൾ വരുമല്ലോ. അന്ന് ക്രിസ്തുവിൽ മുമ്പേ മരിച്ചവർ ആദ്യം ദയസ്വര ശരീരത്തോട് ഉയർത്തിയിരുന്നു. ഈ പ്രത്യാശ ഞങ്ങൾ തന്നിരിക്കുന്ന സ്തോത്രം. ആ പ്രത്യാശയോടെ ഞങ്ങൾ ഈ ഭൗതിക ശരീരത്തോട് യാത്ര പറയട്ടെ. ആ പ്രത്യാശയോടെ മുന്നോട്ട് ജീവിപ്പാൻ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തുടർന്നുള്ള ശുശ്രൂഷയിലും അവിടുത്തെ ദിവ്യ സാന്നിധ്യം കൂടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കണമേ. നാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശോധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശോധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. മായയിമ്പമെഴുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം. മായയിമ്പമെഴുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം. നായകനാം എൻ്റെ മന്നനെ ഓർത്തു ഞാൻ താൻ തിരുനാമത്തിനായി. നായകനാം എൻ്റെ മന്നനെ ഓർത്തു ഞാൻ താൻ തിരുനാമത്തിനായി. സ്വർഗ്ഗഭാഗ്യമോർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനന്ദിക്കുന്നേ. സ്വർഗ്ഗഭാഗ്യമോർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനന്ദിക്കുന്നേ. തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ നേടുമേ. തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ നേടുമേ. ഓരോ ദിവസവും ഞാൻ സേവനം ചെയ്തു ഞാൻ മാർബോടാണ് നേരായ
നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഭവനത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ കടന്നു വരിക. ദൈവം അനുവദിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നാം കടന്നു വന്നിരിക്കുന്ന ഭവനം വിലാപ ഭവനമാണ്. ഈ മാതാവിന് ഇത്രത്തോളം ഭവനത്തിൽ ജീവിക്കുവാൻ ദൈവം അനുവദിച്ചു. മക്കളെയും അവരുടെ തലമുറകളെയും കണ്ട് അവരുടെ നന്മകൾ അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കിയിട്ടുള്ളൂ. പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും ടീച്ചറായിട്ട് ജോലി ചെയ്തപ്പോൾ അനേക കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നേടിയെടുക്കുവാൻ കാലത്തൊക്കെയും ദാസി അനുവദിച്ചവർക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ചോദിക്കുന്നു. തുടർന്ന് മനുഷ്യനായ ശേഷവും കൂട്ടായ്മകളും ഒക്കെ ആയിട്ട് കർത്താവിനോട് അടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ അതിൻ്റേതായിട്ടുള്ള പല കുഞ്ഞുങ്ങളൊക്കെ അനുഭവിച്ചറിയുവാൻ ഈ ഇടയാക്കിയതോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്ഥിതി ഇന്ത്യ മിഷൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം കഴിഞ്ഞ 20 വർഷക്കാലം മുൻപ് നെന്മണിയെ സ്ഥാപിച്ചപ്പോൾ ഇന്ന് ജയമോൻ ഇതിൻ്റെ പങ്കാളിയായിരുന്നു. കൂടെ ഇരുന്ന് ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഒക്കെയായിട്ട് ദൈവം അനുവദിച്ചു. ഇന്ത്യ മിഷന് വാഹനമൊക്കെ വാങ്ങിത്തന്നു. പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ദുഃഖാൻ പിടിക്കുവാൻ ഒക്കെ ദൈവം ഇടയാക്കിത്തന്നു. എന്നാൽ പ്രസ്ഥാനം കൂടുതലായിട്ട് നടക്കുന്നില്ല. കാരണം പ്രസ്ഥാനത്തിലുള്ളവർ പ്രായോഗിക ക്ഷീണതയിലൊക്കെ ആയപ്പോൾ ദൂരസ്ഥലങ്ങളിലൊക്കെയും പോയി പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് അപ്പോൾ വീടുകളിലുള്ള കൂട്ടായ്മയൊക്കെ ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ നാമത്തിൽ ഈ ഭവനത്തിൽ കടന്നു വരുവാൻ മാതാവിനോട് ചേർന്നുകൊണ്ട് കുടുംബാംഗങ്ങളോട് ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെയും തന്ന അവസരങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്നാൽ ഇന്ന് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു വേർപാടെന്ന് പറയുമ്പോൾ വേണ്ടപ്പെട്ടവർക്കോ മക്കൾക്കോ ആർക്കും കടന്നു വരാൻ സാധിക്കാത്തൊരു സാഹചര്യമാണല്ലോ. ലോകം മുഴുവൻ 209 രാജ്യങ്ങളിൽ ഈ കോവിഡിൻ്റെ അല്ലെങ്കിൽ കൊറോണയുടെ വൈറസ് ബാധിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തോട് യാത്ര പറഞ്ഞു. മനുഷ്യൻ ഭയവിഹ്വലരായി കഴിയുകയാണ്. ഇതിൻ്റെ എല്ലാം നമ്മൾ ചിന്തിച്ചാൽ ആകത്തുക എന്തെന്ന് ചിന്തിച്ചാൽ ദൈവം വേദോസം നമ്മെ പഠിപ്പിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്നും എപ്പോൾ അകന്നു പോകുന്നു അപ്പോൾ ഇതുപോലെയുള്ള പ്രതികൂലങ്ങളൊക്കെയും ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നാം ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെ പല വ്യാധികളും പ്ലേഗ് എന്ന് പറഞ്ഞ രോഗം അങ്ങനെ പല വ്യാധികളൊക്കെയും പടർന്നു പിടിച്ചു. വലിയ ഒരു കൂട്ടം ജനം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ നാം ചിന്തിച്ചാൽ എങ്കിലും മനുഷ്യനൊന്നും മടങ്ങി വരുന്നില്ല. ദൈവത്തിൻ്റെ ആഗ്രഹം ഒന്ന് മാത്രമാണ്, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവി എന്നുള്ള വചനം സന്നിഗ്ധമായിട്ട് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകരെ ലോകമെങ്ങും പോയി സാക്ഷികളാകുന്നു പറയുന്നു. എന്നാൽ ആരും മടങ്ങി വരുന്നില്ല. കാരണം ഇന്നത്തെ ലോക ഇമ്പങ്ങൾ, ലോകത്തിൻ്റെ പ്രവടി, ലോകത്തിൻ്റെ സമ്പത്ത് ഇതൊക്കെ ഈ മനുഷ്യനെ പുറകോട്ട് പിടിച്ച് വലിക്കുന്ന ഒരു ജീവിതത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനൊന്നും മടങ്ങി വരുന്നില്ല എന്ന് വരികയും ദിവസം പഠിക്കുമ്പോൾ നോക്കയുടെ കാലം ജലപ്രളയം ഉണ്ടായി. കാരണം മനുഷ്യൻ്റെ 36-ാം അധ്യായം പഠിക്കുമ്പോൾ അത് പറയുന്നു മനുഷ്യൻ്റെ അകൃത്യങ്ങൾ വഷളായി ഒരുപാട് ദൈവത്തിന് സഹിക്കുകയാതെ വന്നപ്പോൾ ദൈവത്തിന് കോപമുണ്ടായി. നോഹയെ വിളിച്ചു വേർതിരിച്ചു. നോഹയോട് പറഞ്ഞു നീ പോയി പ്രസംഗിക്കാൻ. നോഹ 120 വർഷക്കാലം ലോകത്തോട് പ്രസംഗിച്ചു. പക്ഷെങ്കിൽ അന്നത്തെ കാലത്ത് 22-ാം അധ്യായം വായിക്കുമ്പോൾ ഭൂമിയിൽ മഴയില്ലായിരുന്നു, മഞ്ഞുകൊണ്ട് ഭൂമി നനച്ചുകൊണ്ടിരുന്നുവെന്നാണ് വേദോസം നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ജനങ്ങളോട് പറഞ്ഞ് പ്രസംഗിച്ചു, ജലപ്രളയത്താൽ നിങ്ങളെ നശിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ആ നോഹയെ ചിലപ്പോൾ ജനങ്ങൾ നമ്മളെപ്പോലുള്ളവർ കളിയാക്കി കാണും, അവന് ഭ്രാന്തായിരിക്കും. അവനോട് പിന്നീട് ദൈവം പറഞ്ഞ് നീ ഒരു പെട്ടകം ഉണ്ടാക്കി. ഈ പെട്ടകം ഉണ്ടാക്കിയപ്പോൾ പണിതാശാന്മാർ പോലും ചിലപ്പോൾ നോഹയെ കളിയാക്കി കാണും, ഇവന് ഭ്രാന്തായിരിക്കും. എങ്കിലും ഒരു പണിത് കൊടുത്തു. ദൈവജനമേ, നമുക്കറിയാമല്ലോ ദൈവം ലോകത്തെ നശിപ്പിച്ചു. നോഹയും കുടുംബവും അല്ലാതെ ആർക്കും രക്ഷപ്പെടുവാൻ അവസരമില്ലായിരുന്നു. അതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ നിനവയുടെ അകൃത്യങ്ങൾ വലുതായി തീർന്നപ്പോൾ ദൈവം യോനായോട് പറഞ്ഞു നീ നിനവയിലേക്ക് പോയി അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാം, അവരെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ യോന നമുക്കറിയാം ഒഴിവഴികൾ പറഞ്ഞ് പലയിടത്ത് പോയെന്ന് വരികയും തർശീസിലേക്ക് പോയെങ്കിലും അവനെ മടക്കി വരുത്തിയ ദൈവമാണ്. ആ ദൈവം യോനയെ മടക്കി നിനവയിലേക്ക് വരുത്തി. നിനവയോട് യോന പ്രസംഗിച്ചപ്പോൾ വായിക്കുന്നു, രാജാവ് മുതൽ ജനങ്ങൾ വരെയും മൃഗങ്ങൾ വരെയും വെള്ളം പോലും കഴിക്കാതെ ഉപവസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരുടെ നിലവിളി കേട്ടു. വരുത്തുമെന്ന് പറഞ്ഞ അനസത്തിൽ നിന്നും യഹോവ പിന്തിരിഞ്ഞുവെന്ന് ഇവനെ നമ്മെ ഓർപ്പിക്കുമ്പോൾ ഇന്നും ഒരു ജനം, ഈ ജനം ദൈവം സൃഷ്ടിച്ച് ലോകത്തിലാക്കിയ ജനം ഒന്ന് മടങ്ങി വന്നാൽ, ഞാനെന്ന പാവം വിട്ട് ഇതെൻ്റെ എന്ന പാവം വിട്ട് ഒന്ന് മടങ്ങി വന്നാൽ നമ്മെ വീണ്ടെടുക്കുവാൻ ഏത് അനർത്ഥം വന്നാലും
അതിനെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് നമ്മെ വീണ്ടെടുക്കാൻ അവൻ ശക്തനാകുന്നു എന്നുള്ള തിരുവചനം വ്യക്തമായി നമ്മെ ഇന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും മനുഷ്യൻ മടങ്ങി വരുന്ന ഒരു ലക്ഷണവുമില്ല. ഇതതുകൊണ്ട് ഇനിയും ഇത് വീണ്ടും കുറേ കൂടി താണ്ഡവമാടി അനേകർ ലോകത്തോട് യാത്ര പറയും. അനേകർ ഇത് മുഖാന്തരം ലോകത്ത് ക്ഷാമമുണ്ടാകും, ദുരിതമുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, അനേകരുടെ ജോലികളൊക്കെ നഷ്ടപ്പെടും, വരുമാനം കുറയും, ദാരിദ്ര്യം ഉണ്ടാകും. അപ്പോൾ ജനം നിലവിളിച്ച് പ്രാർത്ഥിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു അതുതന്നെയാണ്. ഇസ്രായേൽ ജനതയെ വഴി നടത്തി കൊണ്ടുവരുന്നപ്പോൾ ഇസ്രായേൽ ജനത കർത്താവിന് അനിഷ്ടമായത് മോശയ്ക്കും അഹ്റോനും അനിഷ്ടമായി പ്രവർത്തിച്ചപ്പോൾ അവരെ പല ശത്രു രാജ്യങ്ങൾക്കും ഏൽപ്പിച്ചു കൊടുത്തു. അവരപ്പോൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നേതാവിനെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് സൃഷ്ടിച്ച് ലോകത്തിൽ അയക്കും. അവർ നേതാവായി തീരും, അവർ വഴി നടക്കും. അങ്ങനെ അനുഗ്രഹങ്ങളെ വീണ്ടും അവർ പ്രാർത്ഥിക്കും. ഇതൊക്കെയും ദൈവദിനം നമ്മെ ഓർപ്പിക്കുമ്പോൾ ഇന്ന് ഈ ദൈവദിനം കേൾക്കുവാൻ ആർക്കും മനസ്സില്ല, സമയമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ഭക്ഷണത്വം നിറഞ്ഞൊരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഈ ദൈവത്തെ ആര് വിളിച്ചപേക്ഷിക്കുന്നു അവരെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഒരു വാക്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ത്യ മിഷൻ്റെ നാമത്തിൽ ഈ മാതാവിൻ്റെ വേർപാടിൽ വേദനയായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ഞങ്ങളുടെ അകൈതമായ ഞങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തുന്നു. പങ്കാളിയാകുവാൻ ദൈവം അനുവദിച്ച് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. നിത്യനായ ദൈവമേ, പരിശുദ്ധ പിതാവ്, ലോക ജീവിതത്തിൽ വേർപാടെന്ന് പറയുന്നത് കർത്താവെ ഞങ്ങൾ എന്നും നിശ്ചയിച്ചാക്കിയിട്ടുള്ളത്. മനുഷ്യനായി ജനിക്കുന്നവൻ മരണം വഴിയായിട്ട് കടന്നു പോകണം. എന്നാൽ ഇത് ജീവിതത്തിൻ്റെ ഒരു അന്ത്യമല്ലായിരുന്നു. തിരുവചനം വ്യക്തമായി ഞങ്ങൾ ഓർപ്പിക്കുമ്പോൾ ഒരു പ്രൊമോഷൻ ആകുന്നുവെന്ന് കർത്താവെ അടിയൻ പറയും. കാരണം ഈ ലോക ജീവിതം ദുഃഖവും ദുരിതവും ദാരിദ്ര്യവും പ്രയാസവും പ്രശ്നങ്ങളും നിറഞ്ഞ ലോകമാണ്. എന്നാൽ ഇവിടെ നിന്നും നിത്യതയായി മാറ്റപ്പെടുമ്പോൾ അവിടെ സമാധാനവും സന്തോഷവും ഉണ്ട്. കർത്താവിനോട് ചേർന്ന് വസിക്കുന്ന ഒരു ലോകമാണല്ലോ കർത്താവ്. അവിടെ നിന്നോട് ചേർന്ന് വസിക്കുവാൻ ഈ ദാസി അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് ഓർത്ത് നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, വേർപാട് വേദനാജനകമാകുന്ന കർത്താവെ. എന്നിരുന്നാലും ഹല്ലേലൂയ പ്രൈസ് ലോർഡ് അപ്പോൾ അത് ഉൾക്കൊള്ളുവാനുള്ള കൃപ മക്കൾക്കും കൊച്ചുമക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കൊടുക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിങ്ങളൊന്നിയെന്ന് അനുഗ്രഹമായ ഒരു ശുശ്രൂഷ നടത്തുവാൻ പോലും അനേകരായിരക്കണക്കിന് ആളുകൾ കടന്നു വന്ന് ഈ മാതാവിന് ഒരു അന്ത്യയാത്ര അർപ്പിക്കേണ്ടതായിരുന്നു. ലോകത്തിൻ്റെ ഗതി അനുസരിച്ച് ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവെ ലോകത്തിൻ്റെ കൽപ്പനകൾ ഞങ്ങൾ പാലിച്ചേ മതിയാവുമല്ലോ. അവിടുത്തെ വചനവും ഉറപ്പിക്കുന്നത് തന്നെ ആവുമല്ലോ. അതുകൊണ്ട് കർത്താവെ അഥവാ ചുരുക്കമായിട്ട് ചിലർ കടന്നു വരും, വന്നു കണ്ട് പിരിഞ്ഞു പോകുക എന്നുള്ളതല്ലാതെ കർത്താവെ ഞങ്ങൾക്ക് യാതൊരു നിർവാഹവുമില്ല. ആയതോർത്ത് നിനക്ക് നന്ദിയോടെ സ്തോത്രം കർത്താവ്. ഈ ഭവനത്തെ ദുഃഖത്തിലായ കുടുംബാംഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ സമാധാനം, ലോകം തരാത്ത സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ കൃപകൾക്കായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷയിലും അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം. എല്ലാം സ്വന്തമായി ഉചിതമായും സ്വീകരിക്കുവാൻ കർത്താവെ അച്ഛന്മാരെയും ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും വിവരിക്കുകയായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു രക്ഷകന്റെ നാമത്തിൽ യാചിക്കുന്നു. ദൈവം കേൾക്കണമേ പ്രിയ പിതാവേ. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താൻ്റെ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവരുടെ വരവിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യപിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവനെ സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴിക തോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുവിങ്കിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യമെന്ന വരിയിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർത്തുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം പോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ. പാപം ചെയ്യാതിരിപ്പീൻ.
ചിലർക്ക് ദൈവത്തെക്കുറിച്ചും പരിജ്ഞാനമില്ല. ഞാൻ ഇവരുടെ ലജ്ജയ്ക്കായി പറയുന്നു. സഹജാതേ ഭൂവാസം നിരസിച്ചോളേ ആ രാജകുമാരൻ പാർപ്പിക്കും മണിയറ തന്നിൽ സുതരേയും വേർപെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെയവൻ നിവസിപ്പിക്കും. നിൻ ശ്ലീബാ ഭീകരമാ കടവതിലാർന്നു പാഴിരുളിൻ സേന നിവഹത്തെ പായിക്കട്ടെ. താക്കോലാൽ പറുദീസിൻ വാതിലിലേറി ആനന്ദത്താൽ ഞാൻ നിൻ കൃപയെ വാഴ്ത്തിയിടട്ടെ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരേ, സോദരരേ, കാണുകയില്ലിനി നാം ഓർക്കണമേ എന്നെ കനിവോടെ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ.
ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കുഞ്ഞമസാറിൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്നതായിട്ടുള്ള കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവർക്ക് സമാധാനവും ആശ്വാസവും സഹായവുമായി കൂടെ ഇരുന്ന് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഈ സാറിൻ്റെ ശിഷ്യഗണങ്ങളിൽ ഒരുവനായിരിക്കാൻ അടിയനും സഹായിച്ചല്ലോ, നന്ദിയോട് സ്തോത്രം. ഈ പ്രിയപ്പെട്ട ടീച്ചറിൽ നിന്നും കർത്താവേ, അനേക കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യ അഭ്യസിപ്പിക്കുവാനായിട്ടുള്ള ഇടയാക്കി. ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ഈ ഭവനത്തിൽ നല്ലൊരു മാതാവായി നല്ലൊരു അമ്മച്ചിയായിട്ടൊക്കെ പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ അവിടെ നിന്ന് സഹായിച്ചു. 89 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കർത്താവ് ഇടയാക്കി. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നല്ല മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് ജീവിപ്പാൻ പ്രിയപ്പെട്ട മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്കിവിടെ സുസ്ഥിരമായൊരു ഭവനമില്ല, എന്നാൽ കൈപ്പണിയല്ലാത്തതും നിത്യമായിരിക്കുന്നതുമായിട്ടുള്ളൊരു വാസസ്ഥലം ഞങ്ങൾക്കായി സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് എല്ലായ്പ്പോഴും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലുള്ള പ്രിയപ്പെട്ട ദാസരെ മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ ജീവിതങ്ങൾക്കായിട്ടും നന്ദിയോട് സ്തോത്രം. ദേശത്തായിരിക്കുന്ന മകന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനം കൊണ്ട് നിന്റെ മകനെയും അവിടുന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ ഒക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളുടെ ഒക്കെ മധ്യത്തിൽ കർത്താവെ, നിന്നെ ആരാധിപ്പാൻ സ്തുതിപ്പാനും ഒക്കെ ഞങ്ങളുടെ ഇടങ്ങളിൽ ഒക്കെ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെ താങ്ങണമേ. മാനവും മഹത്വവും അവിടത്തേക്ക് സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച് യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ ദയവുണ്ടായി കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ഞങ്ങളെ അളവിലാ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ജീവന്റെ മേലും മരണത്തിൻ്റെ മേലും അവിടുന്ന് അധികാരമുള്ള ദൈവമായിരിക്കുന്നത് സ്തോത്രം. മനുഷ്യൻ ജനിച്ചാൽ മരിക്കുമെന്നുള്ള നിശ്ചയം മരണസമയത്തോടാവും ഞങ്ങൾ അറിയില്ല. അവിടുന്ന് ഞങ്ങളെ വിളിക്കുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരേണ്ടവരാകുമെന്ന് പ്രിയപ്പെട്ടവരുടെ മരണം ഞങ്ങളെ ഓർമ്മിക്കുന്നുണ്ട്. നേരെ വിദ്യ അഭ്യസിപ്പിക്കുവാൻ കൊണ്ട് നിന്റെ ദാസിയോട് നീ അവിടുന്ന് സഹായിച്ചു. ഒരു മാതൃക അധ്യാപികയായി ജീവിപ്പാൻ കൊണ്ട് അവിടുന്ന് പ്രവർത്തിക്കാൻ അറിയാവും. നിന്റെ ഒരു ഉത്തമ സാക്ഷിയായി ജീവിപ്പാൻ കൊണ്ട് ദൈവമേ നീ കൃപ ചെയ്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് പ്രാർത്ഥിക്കുന്നു. കൃത്യമായ സാഹചര്യത്തിൽ അവർക്കൊന്നും വന്നു ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഈ നാളുകളിൽ മാതാവിന് ചെയ്ത എല്ലാ ശുശ്രൂഷകളെ നന്ദി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നന്മനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ഭവനത്തിൽ പാർത്തുകൊണ്ട് മാതാവിന് ആവശ്യമായ എല്ലാ ശുശ്രൂഷകളും നിന്റെ വാളിലൂടെയൊക്കെ ലഭിക്കാനോടൊന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം. പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. വിവിധ രീതിയിൽ സഹായിച്ചിട്ടുള്ള നിന്റെ മക്കൾക്കായി സ്തോത്രം. കർത്താവെ, ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ടവരെ നിർത്തി പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഭവനത്തിലും ദേവാലയത്തിലൊക്കെ നടക്കുന്ന ശുശ്രൂഷകൾ അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവ്. നിന്റെ കൃപയിലോട് നീ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് യാത്ര പറയുന്ന പ്രിയദാസിയെ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാമെന്നുള്ള ഉറപ്പിലും വിശ്വാസത്തിലും പ്രത്യാശയിലും യാത്ര അയപ്പാനോട് സഹായിക്കണമേ. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഇതിൻ്റെ ദാസിയെ ഞങ്ങൾക്ക് കാണാം എന്നുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങളെ അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിന്നിൽ വിശ്വസിക്കുകയും നിന്നിൽ ആശ്രയിക്കുകയും നിന്നോട് ചേർന്ന് ജീവിക്കുകയും ചെയ്തതിൻ്റെ ദാസിക്ക് ഒരുക്കുന്ന ആൾ സ്വർഗീയ ഭാഗ്യങ്ങൾക്കായി സ്ഥാനം. ഞങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന് കൽപ്പിച്ചവനായ ദൈവമേ, ഇവിടെ ദാസിക്ക് അവിടുന്ന് ഒരു ഭവനം ഒരുക്കിയതോ കൂടാരമായ നിന്റെ ഭവനം കഴിഞ്ഞു പോയപ്പോൾ കൈപ്പണിയില്ലാത്തൊരു ഭവനം അവിടുന്ന് സ്വർഗത്തിൽ ഒരുക്കിയതോ. ഈ ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണേ, ആശ്വസിപ്പിക്കണേ, സമാധാനത്തിൽ നിറയ്ക്കണമേ. സ്വദേശം വിദേശമായി പാർക്കുന്ന എല്ലാ നിന്റെ മക്കളോട് കൂടെയും ഇത് നാളുകളിൽ ഇരുന്ന് നീ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവ മഹത്വത്തോട് നിൽക്കണം, കൃപയിലാക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയോടെ കേൾക്കണമേ. നമ്മുടെ കർത്താവ് ശിംശിയാട് കൃപയും പിതാവാം ദൈവത്തിന് സ്നേഹവും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസം സകല ബുദ്ധിയും കവിയുന്നതായ ദൈവത്തിൻ്റെ സമാധാനം പ്രിയനാമെല്ലാവരോടും വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടുകൂടെ എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ഈ പ്രിയ ടീച്ചർ എൻ്റെ മദർലോയും കൂടെ ഒരുമിച്ച് ചാങ്ങമല സ്കൂളിൽ പഠിപ്പിച്ചതാണ്. അതുപോലെ ദീർഘമായ ബന്ധം ഈ ഭവനവുമായി ഇരു ഭവനങ്ങൾ കൊണ്ട്
പ്രത്യേകമായി എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖം ഈ സമയത്ത് അറിയിക്കുന്നു. ചില നാളുകൾക്ക് മുമ്പ് വന്ന് കാണുവാനായിട്ട് ഇടയായി. പ്രത്യേക സാഹചര്യത്തിൽ ടീച്ചറ് മാറ്റപ്പെട്ടുവെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയമാകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെയും ദുഃഖവും അനുശോചനവും ഈ സമയത്ത് അറിയിക്കും. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്ന മരണത്തിന്റെ അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പലംഘന മൂലം പാപത്തിനും മരണത്തിനെതിരായി ഞങ്ങളുടെ അവർക്ക് മുഖാന്തരം പാപത്തിന്മേലും മരണത്തിന്മേലും അനുഗ്രഹം ജനിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്ന കർത്താവേ, ദൃഷ്ടപ്രകാരം താൽക്കാലിക ഒത്തുന്നു വാങ്ങിപ്പോയിരിക്കുന്ന ദാസിയുടെ ശവസാക്ഷിയുടെ സമയം തിരുസന്നിധികൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളവേ. പിതാവ് പുത്രനുമായ ദൈവമായ സ്നേഹത്തെ കുറിച്ച് വരുവാനും വിരാശനെ കുറിച്ച് ഞങ്ങൾ ജീവിച്ച ഭാഗ്യയുടെ അവസാന ദിവസമാണ് പറഞ്ഞായി തീരുമാനമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജാതികളെ, നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പീൻ. സ്ഥലവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എന്നാൽ മനുഷ്യനൊരു സ്വരൂപത്തിൽ നടക്കുന്നവൻ പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു. ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. എന്തായാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്തിന്റെ നീതിയും അറിയപ്പെടുമോ? നീ മനുഷ്യനെ വിലയൊക്കെ തിരിയുമാറാക്കി മനുഷ്യന്മാരെ തിരികെ എന്ന് മറളി ചെയ്തു. മനുഷ്യൻ പോയിക്ക് സദൃശമാവുന്നു. അവന്റെ ദിവസങ്ങൾ പോലെ കടന്നു പോകുന്നു. എന്നാലും നമ്മുടെ മനസ്സിനെ അറിയുന്നു. നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. എന്നാൽ കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. മരിച്ചവർ വീട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധർക്കായി സ്തുതി. മരണത്തെ ഞങ്ങൾ വന്നേച്ചിടുന്നു. നിന്റെ പുനരുദ്ധാനത്തെ
പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ അന്ത്യനായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിടരുതേ. ഉന്നതരാജ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നേടുമേ. രഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേറ്റണം. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സഭാപ്രകാരം ജീവുള്ളവരും ജീവൻ നൽകുന്നവരും മനുഷ്യരുടെ പ്രത്യാശയും പൊട്ടിയവരെ നൽപിച്ചവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നവരും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മി മരണത്തെ കൊന്നവനും പലർത്ത് ജീക്ഷനാക്കി നടക്കുന്നതിന് ദോഷമുള്ളതായി ധരിക്കുന്നവരുള്ള സ്വാതന്ത്ര്യവും സ്വതാധികാരിയാവുന്നവന് കൊടുത്തു. വാചകനായ മൂലം കൽപ്പലംഘനത്തിൽ അകപ്പെട്ടു. മണ്ണായ പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുന്ന വിദ്യാഭ്യാസം സമ്പാദിക്കുകയും ചെയ്തു. കന്നഡവിധാശ്വാസന്റെയും ദൈവമേ, അവനെ വിളിച്ചവനായ ശേഷം തള്ളിക്കളയാതെ സർവോത്തിന്റെയും പരമജനായ നിന്നെയും തന്നെ നിയമിച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യസ്നേഹിതാവേ, ദുഃഖം നിറയുകയായ ഐശ്വര്യമുള്ള നിൽക്കുന്നതുമായ ലോകത്തിലേക്ക് മങ്ങിപ്പോരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിന്റെ ശുശ്രൂഷയുടെ നേരത്ത് കഴിക്കുന്ന പ്രാർത്ഥന അപേക്ഷയുടെയും കൈക്കൊള്ളുന്ന നിന്നോട് യാചിച്ചുകൊള്ളുന്നു. ആദ്യം നല്ലവിടെ നിഷ്ഠയുടെ പ്രോത്മിക്ക് തക്കവണ്ണം പ്രതിഫലം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ചവർക്കാർ രാജാവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന് കൂടാരങ്ങൾ ചേർത്തുകൊള്ളപ്പെടുകയും കർത്താവെ നീതിയുള്ളവൻ നിരവധികളത്രയും സൗത്യമുള്ളവയാകുന്ന ഇരുവാക്ക് വൃക്ഷത്തെ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോസായേറ്റവളും ദൈവികമായ ശിക്ഷകൾ സംബന്ധിച്ചവളും നിന്റെ ഉത്തരന്റെ ആഴമുള്ള കുശാരവണത്തിൽ ആശ്രയിച്ചവനുമായി ആഴമുള്ള ആഗ്രഹപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത ഞാൻ വേദനപ്പെടുകയില്ലെന്നും നിന്റെ പ്രകാശം കണ്ട് സന്തോഷിക്കുകയും വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സകല പന്തിൽ എണ്ണപ്പെടുകയും ഒരുപാട് അവകാശം അനുഭവിക്കുന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസൻ ഒരുപാടുകൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യരൂപത്തിലുമായി ദർശിക്കാതെ നിങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഞങ്ങളുടെ ഈ മാതാവിന്റെ മരണത്തെ വേർപാടിനെ കുറിച്ച് ദുഃഖിച്ചു വിഷാദിച്ചിരിക്കുന്നതിനായി ഞങ്ങളെ പ്രത്യേകമായി ഈ മാതാവിന്റെ കുടുംബത്തിലുള്ള സുഖമേയും നിന്റെ കണ്ണുകൾക്ക് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവിടെ കണ്ണുനിന്ന് കണ്ണുതീരുടെയും ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീ കളയണമേ. അവരെ എന്തെല്ലാം സമാധാനം കൊണ്ട് ഒരു സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവശത്ത് നിന്നിവരെ വിടുവിക്കണമേ. തീരാ ദുഃഖത്തിൽ ആരിപ്പാതിരിക്കണം പ്രത്യാശ കൊണ്ട് ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നല്ല വിശ്വാസം ആശ്രയം കൊണ്ട് ഒരു ആശ്വാസം സമാധാനം പ്രാപിക്കുമാറാകണമേ. ആത്മീയലൗകികമായ സാഹചര്യങ്ങളും കൊണ്ട് സന്തോഷിപ്പിക്കുന്നവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവ് നാം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായവനെ പോലെ സ്വന്തം ശുദ്ധിപ്പെടുത്തണമേ. കർത്താവിയുടെ അവസാനത്തെ അറിയുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവിത അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിലുള്ള പുറപ്പാട് ഒരുക്കപ്പെടുവരും ദിവസത്തിനാട് കൂട്ടത്തിൽ നിനക്ക് തന്നെ തന്നെ സഹായിക്കും. സ്ത്രീകൾക്ക് ഏറ്റുമായും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ജീവൻ താനായിരിക്കുന്നവനും എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നെ വിശ്വസിക്കുന്നവർക്കും ഒരു നാളും മരിക്കയില്ലെന്നും വല്ല ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിൽ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളെ പിന്തുടരുന്നതിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. സഹോദരങ്ങളെ, ഇന്ന് എവിടെയാകുന്നു, നാളെ എവിടെയായിരിക്കുമെന്ന് ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീഴുന്ന സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ മറന്നുള്ളവരായി തീരുന്നു. ദിവസം തോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരന്മാരെ, ധനവും സൗന്ദര്യവും വേഷധികാരവുമായ സ്ഥലം ഒഴിഞ്ഞ് ഒന്നുമില്ലാത്ത പോലെ മാഞ്ഞു പോകുന്ന ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കവരാത്ത അധികാരമുള്ളവൻ പാട്ടുള്ളവനാകുന്നു. മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശ
പാതയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേ സുതരേ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെ ഉയർപ്പിക്കാം. യെരൂശലേമിനെയും ഭാവിയിലെ എപ്പോൾ ഞാൻ ചെന്നു ചേരും, ധരണിയിലെ പാടുകേടും എപ്പോൾ ഇങ്ങൊഴിയോ, ധരണിയിലെ പാടുകേടും എപ്പോൾ പരിമളസ്ഥലം നീയേ, ദുഃഖം വിചാര പ്രയത്നം ഗലാകിലേ, ദുഃഖം വിചാര പ്രയത്നം ഗലമില്ലേ. രാവമന്ദകാരം വെയിൽ ശേതവുമാകില്ലേ, രാവമന്ദകാരം വെയിൽ ശേതവുമാകില്ലേ. ദീപതുല്യശോത്തരംഗം ശോഭിച്ചിടുന്നേ, ദീപതുല്യശോത്തരംഗം ശോഭിച്ചിടുന്നേ. രത്നങ്ങളല്ലോ നിന്മകൾ പൊന്നുമണിക്കങ്ങൾ, രത്നങ്ങളല്ലോ നിന്മകൾ പൊന്നുമണിക്കങ്ങൾ. 12 നിൻവാതിലുകളും മേഞ്ഞമുതല്ലോ, 12 നിൻവാതിലുകളും മേഞ്ഞമുതല്ലോ. യെരൂശലേമിനെയും അവിടെ എന്നോ ഞാൻ വന്നു ചേരും, യെരൂശലേമിനെയും അവിടെ എന്നോ ഞാൻ വന്നു ചേരും. പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും, പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും. ശ്രേഷ്ഠനാടകാവുകളും തോട്ടങ്ങളും എല്ലാം, ശ്രേഷ്ഠനാടകാവുകളും തോട്ടങ്ങളും എല്ലാം, കാട്ടുവാനിടയില്ലാത്ത കൂട്ടമരങ്ങൾ, കാട്ടുവാനിടയില്ലാത്ത കൂട്ടമരങ്ങൾ. ജീവനദിയും ശബ്ദം മേവിയാതിനോടെ, ജീവനദിയും ശബ്ദം മേവിയാതിനോടെ. പോവതും വീരാവൃക്ഷം നിൽപ്പതും മോടി, പോവതും വീരാവൃക്ഷം നിൽപ്പതും മോടി. ദൂതരുമങ്ങാർത്തു സദാ സ്വരമണ്ഡലം പാടി, ദൂതരുമങ്ങാർത്തു സദാ സ്വരമണ്ഡലം പാടി.
പരിശുദ്ധ റുഹായിക്ക് സ്തുതി. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഞങ്ങളെ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, നാശമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നവനെ നീ പരിശുദ്ധനാകുന്നു. ഉയർത്തെഴുന്നേറ്റിട്ടില്ല, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചെന്നു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള വലിയവനായ കർത്താവ് നീയാകെ നന്ദിയോടെ സ്തുതിക്കുന്നു. നീ സൃഷ്ടിച്ച മനോഹരമായ ഭൂമിയിൽ കർത്താവെ ജനിക്കുവാനും വളരുവാനും ഞങ്ങൾക്ക് അവകാശം തരുന്ന കൃപയ്ക്കാണ് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, പ്രിയ മാതാവിൻ്റെ ധന്യമായ ആയുസ്സിനായി സ്തുതിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾക്ക് വിദ്യ പകർന്നു കൊടുക്കുവാൻ നിന്റെ മകളെ അവിടുന്ന് ഒരുക്കി ഉന്നതമായ മേഖലകളൊക്കെ അവരൊക്കെ വളർന്ന് ഇന്ന് ഉന്നതമായ സ്ഥാനങ്ങളാകുവാൻ തക്കവണ്ണം മൂല്യബോധമുള്ള വിദ്യാഭ്യാസം നൽകുവാൻ നിന്റെ മകളുടെ ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു. അത് കൊടുത്തതായ സന്തോഷകരമായ കുടുംബജീവിതത്തിനായി സ്തുതിക്കുന്നു. മക്കളൊക്കെ ദൈവത്തെ വളർത്തുവാൻ തക്കവണ്ണം സഹായിച്ചുള്ള സമൂഹവുമായി സഭയുമായുള്ള നല്ല ബന്ധം സൃഷ്ടിക്കുവാൻ തനിക്ക് ലഭിച്ച ആയുസ് ഏറ്റവും ഉത്തമകരമായ ചെറുവഴിപ്പാനോട് ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു. ദൈവമേ, ശാരീരികമായ ക്ഷീണാവസ്ഥയിൽ ഭവനത്തിൽ വിശ്രമിക്കുവാനും വേണ്ട എല്ലാ ശുശ്രൂഷ ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടയാക്കിയതിനാണ് നന്ദിയോടെ സ്തുതിക്കുകയാകുന്നു. ദൈവമേ, നിന്റെ മകളുടെ ആയുസ് തീർന്നപ്പോൾ നിന്റെ മകളെ പ്രിയവച്ചതായ സ്ഥലത്തെ കർത്താവ് നീ ഇവിടെ വിളിച്ച് ചേർത്തിരിക്കുകയാണ്. നന്ദിയോടെ സ്തുതിക്കുകയാണ്. ദൈവമേ, എന്നാൽ ദൈവമേ, ഈ പ്രത്യേക സാഹചര്യത്തിൽ നിന്റെ മകളെ കർത്താവെ ഒന്ന് കാണുവാൻ തക്കവണ്ണം അനേകം ആൾക്കാർക്ക് സാധിക്കുന്നില്ല. ദൂരെയും ചാരിയും ഒക്കെ കർത്താവ് ഇരിക്കുന്നവരുണ്ടല്ലോ. ദൈവമേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശ്വാസവും സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വ്യാപാരിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. കുടുംബമായി ബന്ധപ്പെട്ട എല്ലാവരും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കും. ഇതിൻ്റെ മകൾക്കൂടിൽ സ്നേഹം ലഭിച്ച അനേക കാര്യങ്ങളുണ്ടല്ലോ, അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ഇതിൻ്റെ മകൾ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പേര് അവിടെ നിന്ന് കാക്കണം, തുടർന്ന് ശുശ്രൂഷയ്ക്ക് ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വേണമേ, സകലബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെ തന്റെ പുത്രനും രക്ഷിതാവുമായ യേശുമശിഹായെ കുറിച്ചുള്ള വിശ്വാസത്തോടെ നിങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും ശ്രീയായവായ ദൈവത്തിന്റെ കൃപയാനുഗ്രഹങ്ങളോടുകൂടി ഉണ്ടായ സന്തോഷം നിങ്ങളെ കാത്തു നിറച്ച് സകലർക്ക് നിങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു
യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും പുണർന്നുപോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവൻ
നമ്മുടെ എല്ലാ ദിവസങ്ങളിലും സ്ഥിതി ചെയ്യുവാനും അതിനുമായിരിക്കുന്നു എല്ലായ്പ്പോഴും തന്നെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷപൂർണ്ണമായ വിശ്വാസത്തിന്റെയും നിത്യാജീവന്റെ പുതിയ സ്തുതിയുടെ ആത്മീയ സന്തോഷത്തിന്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ളതായ നിന്റെ ശ്രദ്ധയിൽ പാവമാകും എന്റെ അടുക്കലേറി അവരുള്ളതിനാൽ അവൻ പറയാതെ മനസ്സോടും മനസ്സോടാതെ ഞങ്ങൾ ചെയ്തു പോയ സകലങ്ങളും പാവങ്ങളും കരുണയുള്ള പിതാവിനെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹം പോലെ നിന്നാലും കൈകൊടുക്കുവാൻ തക്കവണ്ണം യാത്രയുമായി ഒരുക്കിക്കൊള്ളണമേ. നിന്റെ മനുഷ്യാസ്നേഹത്തിലുള്ള ജീവിതത്തിൽ ഞങ്ങൾ ഹൃദയമാണെങ്കിൽ നിന്റെ സന്തോഷത്തിൽ പ്രകാശമുണ്ടായിരുന്നു. ഞങ്ങളുടെ ശക്തിയും കൂടിയുള്ള പൂർണ്ണമായ സ്വർഗീയ മടമടങ്ങി നടത്തുകയും നിന്റെ പരിശുദ്ധ കൂട്ടത്തിൽ നിന്നും നിന്റെ പിതാവിനെ പരിശുദ്ധമായി സ്ത്രീമാറാകണം. ആയതിപ്പോഴും തന്നെ Engage
എന്നാൽ കർത്താവിനെ ജീവനോത്സഹിക്കുന്നവരായ നാം ഇതിനുള്ളിലുള്ളവരെ മുൻപിടുകയില്ല എന്നതായതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ കൽപ്പനയോടും തന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ ശബ്ദം ഇറങ്ങി വരുന്നു. മരിച്ചവരുടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തെ കർത്താവിനെ കേൾക്കാൻ നമ്മോടുകൂടി ഒരുമിച്ച് നേരത്തിൽ വിട്ടുകൊള്ളപ്പെടും. ഇങ്ങനെ നാം ഇപ്പോൾ കർത്താവിനോടുകൂടെ ഇരിക്കും. ആയാൽ ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം മടക്കത്തോട് ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ദൈവവചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവന്റെ ക്ഷേമ സ്നേഹിക്കുന്ന ജീവനത്തിന്റെ പ്രസംഗമായ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ. ും
അപേക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് നടുവിൽ കർത്താവേ, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ തലങ്ങളോട് പ്രതിനാണ് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയ മാതാവിന്റെ ഒരുപാട് നമുക്ക് ദുഃഖത്തിലായിരിക്കുന്ന ബന്ധപ്പെട്ട എല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കഴിയാതെ ദൂരെയായിരിക്കുന്നവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മകനാവശ്യമായ സമാധാനം പ്രത്യാശ്രയിച്ചതിലൂടെ കർത്താവിനോട് നിടയാക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന മക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിങ്ങളുടെ ഹൃദയം തടങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുകയും വിശ്വസിക്കുന്ന പിതാവിന്റെ ഭവനത്തിലെ വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്ഥലമെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇരുത്താൻ നിങ്ങളെ എന്റെ അടുത്ത് ചേർത്തുകൊണ്ടെന്ന് കർത്താവിനെ ഓർക്കുവാനും ആശ്വസിക്കാനും ധൈര്യപ്പെടുവാനും ഉറയ്ക്കുവാനും കൃപയാനും എല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ ആയിരുന്ന സമയം പ്രിയദാസി ധന്യമായിട്ടുള്ള ജീവിതം നയിച്ചു കർത്താവെ പഠിപ്പിക്കുന്നതിനൊക്കെ നല്ല ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ട് കുടുംബജീവിതം നമ്മളെ നൽകി അവരൊക്കെ കർത്താവെ വളർത്തിയെടുക്കുവാനും വിദ്യാഭ്യാസം കൊടുക്കുവാനും അങ്ങനെ ദൈവമായ കർത്താവ് ദൗത്യമൊക്കെ പൂർത്തിയാക്കി ദൈവത്തിലേക്ക് ചെയ്യുവാൻ കൊടുത്ത ഭാഗ്യകരമായിട്ടുള്ള അനുഭവങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഭാഗ്യകരമായ മരണം കൊടുത്ത കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം. പ്രിയപ്പെട്ട കർത്താവെ, ദാസികൊണ്ട് ഒരിക്കൽ കർത്താവ് വരുന്ന അവസരത്തിൽ കർത്താവെ ആ നിദ്രയിൽ വെച്ച് പ്രിയദാസിയെ കാണാനുള്ള ചിന്തയിൽ വിശ്വാസം ധൈര്യപ്പെടുവാൻ ഉറയ്ക്കുവാനും ആശ്വാസം പ്രാപിക്കുവാനും അവിടുത്തെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. ദാസിയെ കർത്താവിന്റെ ദുഃഖത്തോടെയല്ല ക്രിസ്തുവിന്റെ പ്രത്യാശ നയിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും ബലപ്പെടുത്തി കൃപയിൽ സൂക്ഷിക്കണം പ്രാർത്ഥിക്കുന്നു. ആ അവസാനം കൂടെ ഇരിക്കുന്ന രക്ഷകന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവമുണ്ടായി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഞാൻ കുഞ്ഞമാലസാറിൻ്റെ ഇളയമാണ്. എം വി അലസാറിൻ്റെ കുഞ്ഞമാലസാറിന് ഏതാണ്ട് ഇനി 1.5 മാസങ്ങളും കൂടി കഴിയുമ്പോൾ 90 വയസ്സ് പൂർത്തിയാകും. ദൈവത്തമ്പുരാന് ഈ 90 വർഷം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഭാഗ്യം കൊടുത്തു. ഈ വൈവിധ്യങ്ങളെല്ലാം കാണാനായിട്ട് 90 വർഷത്തെ ഈ ലോകത്തിലെ വൈവിധ്യങ്ങൾ കാണാനായിട്ട് അതെല്ലാം ഭാഗ്യം എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. ഞങ്ങളുടെ ദൈവത്തോട് 1000 സ്തോത്രം ചെയ്യുകയാണ്. ആ അമ്മ എത്രയോ ഭാഗ്യവതിയായിട്ട് നന്മയോടെയാണ് ജീവിച്ചത്. ഞങ്ങൾ 2 മക്കളെ ജ്യേഷ്ഠ ജയമോൻ ഞങ്ങളുടെ 2 മക്കളെയും മക്കളുടെയും പ്രിയപ്പെട്ട അമ്മയായിട്ട് ഞങ്ങളുടെ 2 പേരുടെയും ഭാര്യമായ സിസി നിർമ്മല ചേച്ചി ഈ 2 പേരുടെയും അമ്മയായിട്ട് പ്രിയപ്പെട്ട അമ്മാമ്മയുണ്ട്. ഞങ്ങളുടെ മക്കൾ ഈ അമ്മച്ചിയുടെ കൊച്ചുമക്കളുടെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ അമ്മച്ചിയായിട്ട് ഞങ്ങളുടെ അമ്മയുടെ മൂത്ത സഹോദരങ്ങളുടെ കുഞ്ഞമ്മയായിട്ട് എൻ്റെ പിതാവിൻ്റെ എടി കുഞ്ഞമ്മയായിട്ട് എൻ്റെ അമ്മയുടെയും എൻ്റെ പപ്പായുടെയും ഇളയ സഹോദരങ്ങളുടെ കുഞ്ഞമ്മ അല്ലെ അമ്മാമ്മ എന്നൊക്കെയുള്ള പേരിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിദ്യാലയത്തിൽ കുഞ്ഞമ്മ ടീച്ചറായിട്ട് ഞങ്ങളുടെ അടുത്ത തലമുറയുടെ അമ്മാമ്മ, കുഞ്ഞമ്മാമ്മ, അമ്മാമ്മ സ്കൂളിൽ പലരെയും ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി പഠിപ്പിച്ചിട്ടുള്ളവരാണ്. സ്കൂളിൽ അമ്മാമ്മ എന്നുള്ള പേരിൽ, വലിയ മമ്മി എന്നുള്ള പേരിൽ, അങ്ങനെ എത്ര പേരിൽ നന്മയോടെ ഈ 90 വർഷം എൻ്റെ അമ്മയ്ക്ക് ജീവിക്കാൻ സാധിച്ചു. എല്ലാവരെയും സന്തോഷത്തോടെ സ്നേഹത്തോടെ പരിപാലിക്കാൻ സാധിച്ചു. അതിനൊക്കെയായിട്ട് ദൈവത്തിന് 1000 സ്തോത്രം ചെയ്യുകയാണ്. ദൈവമേ, ഒരൊറ്റ പ്രാർത്ഥന മാത്രം. ദൈവമേ, അമ്മയുടെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഞങ്ങളുടെ മക്കളുടേതായിട്ടുള്ള ഒരു തെറ്റുകൾ പോലും ആ വഴിക്ക് തടസ്സമാവാതെ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. എല്ലാ തെറ്റുകളും ഞങ്ങളോട് കൊടുക്കണം. അമ്മയുടെ തെറ്റുകളുണ്ടെങ്കിൽ അതും കൊടുക്കണം. സ്വർഗത്തിലേക്ക് വഴി കാട്ടണമെന്ന് അപേക്ഷിക്കുന്നു.
എൻ്റെ അമ്മയെ കാത്തുകൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഈ കഠിനമായ വ്യവസ്ഥകൾ, കഠിനമായ ഓരോ നിബന്ധനകൾക്കിടയിൽ കൂടി ഈ ഒരു ഇത്രയൊക്കെ ഭംഗിയായിട്ടെങ്കിലും ഇത് നിർവഹിക്കാൻ സാധിച്ചു. തന്നെ സഹായിച്ച ഓരോരുത്തരും, പ്രത്യേകിച്ച് പള്ളിയിലെ അച്ഛന്മാർ, പള്ളിയിലെ പള്ളിയിലെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ശബരിച്ചാൻ, എല്ലാവരോടും, ബാക്കി ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഇരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി പ്രത്യേകം പറയാം. എല്ലാവരെയും പ്രാർത്ഥന എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മരണം പ്രത്യാശ തന്ന നാദാസ്തോത്രം സീനായി മേലിറങ്ങി പുനരുത്ഥാനത്തെ ഉശൈകാരിച്ച ദേവാസ്തോത്രം മേലുള്ള നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും
വിദ്വാൻമാർ നമ്മുടെ വിദ്യയിൽ പുകഴുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിയന്ത്രിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നതിന് ദൈവിക സംഗീതക്കാരനായ ദാവീദ് നിന്റെ കിന്നരങ്ങളോടുകൂടെ മനുഷ്യൻ താൽക്കാലികനാകുമെന്നും അവന്റെ ദിവസം കാവ്യ പോലെ മാഞ്ഞു പോകുന്നവയാകും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുപാടിപ്പോകും അവയിൽ പാഠങ്ങളെ കേൾപ്പിക്കാൻ നിമിത്തമായി മരിച്ചവരെ നിർമ്മിക്കുന്നവന് നിനക്ക് സ്തുതി സർവത്തിന്റെ ഉടവനായ ദൈവത്തിന് സ്തുതി എന്ന നാമത്തിൽ പറയണം. ശരീരം മണ്ണോടു ചേർന്നാലുമേ മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിലുയർക്കുമേ
ഹായെന്തു മോദമേ ഹായെന്നാനന്ദം ഹായെന്തു മോദമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ പ്രിയന്മാർവിൽ ഞാൻ ചാരും നേരത്തിൽ എൻ പ്രിയന്മാർവിൽ ഞാൻ ചാരും നേരത്തിൽ ഹായെന്തോരിൻപമെന്തു മധുരം വർണ്ണ്യമല്ലഹോ ഹായെന്തോരിൻപമെന്തു മധുരം വർണ്ണ്യമല്ലഹോ ഈ ലോകജീവിതം